Good morning, Miss. Good morning, Miss. Good morning. Good morning, everyone. Where is Abel Binoy? Okay, I can't see you. Switch on the light, please. എൻ്റെ ലാസ്റ്റ് ക്ലാസ്സിലുണ്ടായിരുന്ന 3 പേരല്ല ഇന്ന്. Now I have 3 different persons. Okay, I hope they will join the next class. Take page number 83 in your textbook, math. Okay, in page number 83, exercise 4.1, A section is fully completed, I guess. I started with the question B1. Sneha joined a course. Did you attend the YouTube class? You were absent in my last class. Did you attend the class? I explained that question in that class. I think you were absent. And those people are not present today. Abel Binoy, you attended, okay? Miss, I am not because my phone has net not Okay, no problem. net Okay. problems. So Miss. you watched my class, right? Do you want me to explain the question again? Question number B, the B section, first question. No, Miss, I had YouTube class. Okay, okay. What about Grace and Adityan? ഞാൻ ആ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യണോ നിങ്ങൾക്ക്? നിങ്ങൾ യൂട്യൂബ് ക്ലാസ് കണ്ടായിരുന്നോ അതോ ഞാനിപ്പോൾ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത്. കേൾക്കുന്നുണ്ടോ? Can you hear me properly? Okay. ക്ലാസ് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണോ? Can I move to the next question? Question number B is on YouTube. I have shared the link in the class group. You can watch that class. Now I'm going to the second question. Grace, please read the second question. Aslam was admitted to a hospital on 26 October and was
discharged after 1 month 20 days. On what date did he leave the hospital? Aslam was admitted to a hospital on which date? 26 October. 26 October and discharged after 1 month and 20 days. On what date did he leave the hospital? A question explain cheyde. Somebody please explain that question. Abel Binoy, just explain that question. A question എന്താ പറയുന്നതെന്ന് പറഞ്ഞേ. ഒന്നുകൂടെ പറഞ്ഞു മോനെ. I can't hear you properly. Miss, this is a old phone, so the net problem is cut ആയിട്ട് വരുന്നുണ്ട് മിസ്സേ. അതുകൊണ്ട് എനിക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. സൗണ്ട് ഒന്നും ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല മിസ്സേ. Okay, no problem. ആദിത്യൻ മോനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ ക്വസ്റ്റ്യൻ? എന്താ പറഞ്ഞെന്ന് മനസ്സിലാക്ക ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നാ മതി മിസ്സിനോട്. നിങ്ങൾക്ക് മനസ്സിലായത് ജസ്റ്റ് പറഞ്ഞാൽ മതി കേട്ടോ. അത് കറക്റ്റ് ആവണമെന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായത് പറയാം. Aslam was admitted on 26th October. ഓക്കെ എന്ന് പറഞ്ഞാല് ഹായ് പറയും. മോൻ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമില്ല. ജസ്റ്റ് എനിക്ക് ആ ഐഡിയ കിട്ടിയാൽ മതി. ആ ക്വസ്റ്റ്യൻ കൊണ്ട് എന്താ ഉദ്ദേശിച്ചതെന്ന് മാത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അത്രേ ഉള്ളൂ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അസ്ലം എപ്പോഴാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയെന്ന് പറഞ്ഞേ? 26 ഒക്ടോബറിന് അസ്ലം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. പിന്നെന്താ പറയുന്നത്? അതിനുശേഷം ആഫ്റ്റർ 1 month 20 days എന്ന് പറഞ്ഞ 26 അഡ്മിറ്റ് ആയി. 1 മാസം 20 ദിവസം കഴിഞ്ഞപ്പോൾ അസ്ലം ഡിസ്ചാർജ് ആയി അല്ലേ? എന്ന് പറഞ്ഞ 1 month 20 days അസ്ലം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ നമ്മള് ക്വസ്റ്റ്യനിൽ എന്ത് കണ്ടുപിടിക്കാനാ പറയുന്നേ? നെക്സ്റ്റ് സെന്റൻസിൽ അതുണ്ട്. on what date did he leave the hospital? ഓക്കെ, അപ്പോ ഏത് ദിവസാണ് അവൻ ഹോസ്പിറ്റലിൽ വിട്ടതെന്നല്ലേ? എന്നാണ് ഡിസ്ചാർജ് ആയതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? അപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ അതിനകത്ത് തന്നിരിക്കുന്ന ഡേറ്റയും കണ്ടുപിടിക്കണം, നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളതും കൂടെ അറിഞ്ഞിരിക്കണം. ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് വായിച്ചിട്ട് നമുക്ക് കിട്ടിയ ഡേറ്റ, ഇപ്പൊ കിട്ടിയത് ഏതൊക്കെയാ? ഒന്ന്, അവൻ അഡ്മിറ്റ് ചെയ്ത ഡേറ്റ് ഉണ്ട് ഇല്ലേ? 26 October എന്ന് പറയുന്നത് the date on which he admitted the hospital. Now we have the second data, 1 month 20 days, right? 1 month 20 days എന്ന് പറഞ്ഞാൽ എന്താ? ഡ്യൂറേഷൻ. 1 month 20 days അവൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. ഇന്ന ഡേറ്റ് മുതൽ ഇത്ര കാലം വരെ അവൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? അവൻ എന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയത്. അതാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം. മനസ്സിലായോ? ഓക്കെ, ഇനി അതെങ്ങനെ ചെയ്യുന്നതാണ്. അഡ്മിറ്റ് ആയ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അഡ്മിറ്റ് ആയ ഡേറ്റ്. Can you see the screen? Can you see my screen? No? What about Josie? You can see? Yes, ma'am. Others can see, only Josie can't see. Why? Just a second. മൊബൈലിലെ ക്ലാസ് കൂടുന്നു, അതുകൊണ്ടാണ് തോന്നുന്നു. And what about others?
അസ്ലം അഡ്മിറ്റ് ആയ ഡേറ്റ് ഏതായിരുന്നു? 26 October. 26th October. ഓക്കെ, നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഓരോ മന്തിലും എത്ര ഡേയ്സ് ഉണ്ട് എന്നുള്ളത് ഒരു ഐഡിയ ഇല്ലേ? ജാൻ, ഫെബ്, മാർച്ച്, അങ്ങനെ ഓരോ മന്തിനും എല്ലാത്തിനും 31 ഡേയ്സ് ആണോ? അല്ലേ? അല്ലല്ലോ. എല്ലാ മന്ത്സിനും 31 ഡേയ്സ് ഉണ്ടോ? ഇല്ലല്ലോ. ചില മന്ത്സിന് 30 ഉണ്ട്, ചിലതിന് 28ഉം 29ഉം വരുന്നതുണ്ട്, 31 വരുന്നതുണ്ട്. അപ്പം നമ്മളിപ്പോ കൺസിഡർ ചെയ്യുന്നത് അസ്ലം അഡ്മിറ്റ് ആയ ഡേറ്റ് ആണ്. ഡേറ്റ് ഓൺ വിച്ച് അസ്ലം അഡ്മിറ്റഡ് ടു ദ ഹോസ്പിറ്റൽ ഏതാണ്? 26 October. 26 October എന്ന് പറയുമ്പോൾ അതിന് how many days in October? The total number of days in October. How many days are there in October? The month October. October എന്ന മാസത്തിൽ എത്ര ഡേയ്സ് ഉണ്ട് ടോട്ടലി നോക്കുമ്പോൾ? ഈ ക്വസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യാതെ. 31. Are you sure? Yes, 31 days are there in October. October എത്ര ഡേയ്സ് ഉണ്ട്? 31 days അല്ലേ? ഓക്കെ, ഈ ഐഡിയ വി ഷുഡ് കീപ് ഓൺ മൈൻഡ്. ഒക്ടോബറിൽ 31 ഡേയ്സ് ആണെന്നുള്ളത് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. ഇനി നമ്മൾ തന്നിരിക്കുന്ന നെക്സ്റ്റ് ഡാറ്റ എന്ന് പറയുന്നത് ഡ്യൂറേഷൻ. അസ്ലം എത്ര ഡേയ്സ് അല്ലെങ്കിൽ എത്ര ടൈം വരെ, എത്ര നാൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു എന്ന് അവിടെ പറയുന്നുണ്ട്. 1 month 20 days ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ 1 month 20 days എന്ന് പറയുന്നത് ഒക്ടോബർ 26 തൊട്ടല്ലേ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? അല്ലേ? 1 month 20 days എന്ന് പറയുന്നത് ഒക്ടോബർ 26 തൊട്ട് 1 month 20 days ആയിരുന്നു അവൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത്, അല്ലേ? ഓക്കെ, ഇനി നമുക്ക് 1 month 20 daysനെ വേണമെങ്കിൽ ഡേയ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. നമ്പർ ഓഫ് ഡേയ്സ് മാത്രം, ഈ 1 monthനെ കൂടി അതിന്റെ ഡേയ്സിലേക്ക് മാറ്റാം. ഈ 1 month ഒക്ടോബർ കഴിഞ്ഞിട്ടുള്ള മന്ത് ഏതാണ്? വിച്ച് മന്ത് കംസ് ആഫ്റ്റർ ഒക്ടോബർ? November. Okay. How many days are there in November? 30. 30 days in November, right? Okay. So, ഈ 1 month 20 days എന്ന് പറയുന്നത് എത്ര ആക്ച്വലി വരാം? ആ 1 monthന് നമുക്ക് എത്ര ഡേയ്സ് ആയിട്ട് മാറ്റാൻ പറ്റും? 1 month എന്ന് പറയുന്നത് ആക്ച്വലി ഐഡിയ വെച്ച് നോക്കുമ്പോൾ എത്ര ഡേയ്സ് ആയിട്ട് മാറ്റാൻ പറ്റും? ഓക്കെ, അത് പോട്ടെ. ഡ്യൂറേഷൻ, അത് അവൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത് 1 month 20 days ആണെന്ന് പറഞ്ഞു, അല്ലേ? അതിൽ ആ 20 days മാത്രം കൺസിഡർ ചെയ്യാം. 20 days കൺസിഡർ ചെയ്യുമ്പോൾ ഒക്ടോബർ 26 തൊട്ട് ഒക്ടോബർ 31 ആവാൻ എത്ര ഡേയ്സ് വേണം? 5 days. അപ്പോ ഈ 1 month 20 daysല് 5 days കഴിയുമ്പോൾ എന്താ? 1 month 20 daysല് 5 days ഒക്ടോബർ എന്ന മാസത്തിൽ തന്നെയായിരുന്നു അവൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത്, അല്ലേ? 5 days ഒക്ടോബറിൽ തന്നെയായിരുന്നു, അല്ലേ? അപ്പൊ ഒക്ടോബർ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് എത്ര ബാക്കി ഡേയ്സ് വരും? നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നേ? എല്ലാവർക്കും ഡൗട്ട്ഫുൾ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? എനിക്ക് എല്ലാവരെയും സ്ക്രീനിൽ കാണുന്നില്ല. ലെറ്റ് മീ ആസ്ക് എവരിവൺ. യെസ്. അപ്പോ ഈ 1 month 20 daysൽ 5 days ഒക്ടോബറിൽ തന്നെ പോയി, അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ 20ന്ന് 5 days കഴിഞ്ഞാൽ ബാക്കി എത്ര ഡേയ്സ് ഉണ്ട് 1 month 20 daysൽ?
1 month 50 days ആണ്. Okay, 1 month 15 days ആയില്ലേ? ഇനി നമ്മൾ കൺസിഡർ ചെയ്യണം, ഒക്ടോബറിനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒക്ടോബർ ഫിനിഷ് ആയില്ലേ? ഒക്ടോബർ 31st വരെ 5 days അവൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു ഇല്ലേ? ദെൻ ഇനി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട മന്ത്സ് ഏതൊക്കെയാ? 1 month 15 days ഉണ്ട്, ഓൾമോസ്റ്റ് 45 days ഐ ഗെസ്. 1 month എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് 30 days കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 30 days plus 15 days equal to 45 days. Okay. 45 days. അപ്പൊ നമ്മൾ ഒക്ടോബർ ഫിനിഷ് ആയി. ഒക്ടോബർ കഴിഞ്ഞിട്ട് ഏതാ മന്ത് വരുന്നത്? നവംബർ. അപ്പൊ നവംബറിൽ എത്ര ഡേയ്സ് ഉണ്ടെന്നാ പറഞ്ഞത്? 30. ഈ 30 days ഈക്വൽ ടു വാട്ട്? നവംബറിനെ കൺസിഡർ ചെയ്യുമ്പോൾ 30 days എന്ന് പറയുന്നത് എന്താണ്? 1 month. യെസ്, 1 month. നവംബറിനെ കൺസിഡർ ചെയ്യുമ്പോൾ 30 days എന്ന് പറയുന്ന 1 month ആണ്. അപ്പോൾ ഇനി ആ 1 month 15 days ഇനി എന്ത് ബാക്കിയുണ്ട്? 50 days. 15 days. അപ്പോൾ ഈ 15 days ഇനിയിപ്പം നമുക്ക് ഒക്ടോബർ കൺസിഡർ ചെയ്യേണ്ട, നവംബർ കൺസിഡർ ചെയ്യേണ്ട. ഇനി which month comes after November? December. ഇനി ആകെ എത്ര ഡേയ്സേ ബാക്കിയുള്ളൂ? 50 days. 15 days മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ? ഈ 15 days ഏത് മന്തിലാ വരാ? ഡിസംബർ. അപ്പൊ ഡിസംബർ 15 വരെ അവൻ അവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു എന്നാണോ അതിന്റെ അർത്ഥം? പിന്നെന്താ? അത്രയും ദിവസം 15 days. ഞാൻ ഒന്നുകൂടെ പറയാം. ഡേറ്റ് ഓൺ വിച്ച് അസ്ലം അഡ്മിറ്റ് ടു ദ ഹോസ്പിറ്റൽ 26th October. 26 ഒക്ടോബറിന് അസ്ലം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. 31st ഒക്ടോബർ ആയപ്പോഴത്തേനും, അങ്ങനെയാണെങ്കിൽ 31st ഒക്ടോബർ ആയപ്പോഴത്തേനും അസ്ലം ഹോസ്പിറ്റലിൽ എത്ര ഡേയ്സ് സ്പെൻഡ് ചെയ്തു? 5 days. 5 days. ഓക്കെ. ഇനി അപ്പൊ ഒക്ടോബർ അവിടെ കഴിഞ്ഞു. ആ 5 days കഴിഞ്ഞാൽ ടോട്ടൽ ഡ്യൂറേഷൻ 1 month 20 days ആയിരുന്നു. അപ്പൊ ഇനിയുള്ള ഡ്യൂറേഷൻ എത്രയാ? 1 month 50 days. 1 month 15 days ആയി. ഈ 1 month 15 days ഇനി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഒക്ടോബർ അല്ല, നവംബർ തൊട്ടാണ്. നവംബറിൽ എത്ര ഡേയ്സ് ഉണ്ടായിരുന്നു? 30 days. Yes, 30 days are there in November. അപ്പോൾ ഈ 30 days is equivalent to 1 month, right? 30 days equal to 1 month. അപ്പൊ നവംബറിലെ കംപ്ലീറ്റ് 30 days അവൻ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. സോ ആ 1 month കൂടെ കഴിഞ്ഞ് ഇനി എത്ര ഡേയ്സേ ബാക്കിയുള്ളൂ? 50 days. Just a second. ഡോറിലുണ്ടോ നോക്കേ. Okay, only 15 days left now, right? In October he spent 5 days in hospital. In November he spent 30 days in hospital. Now 30 plus 5 equal to 35 days has gone now, right? Only 15 days left. Only 15 days left. This 15 days comes in which month? December. Okay, in December he spent how many days in hospital? 50 days. 15 days. So on which date he left the hospital? December 15. Yes, December. Yeah, on December 15 he left the hospital. Either this key or this key.
Did you understand the answer? Did you understand it? Yes. Yes. No more doubts, right? Everybody, it's clear for everyone, right? Yes. Yes. ഈ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ ഒക്ടോബർ നിങ്ങൾ അതിന്റെ ആൻസർ എഴുതിയോ ഇല്ലല്ലോ എന്റെ കൂടെ തന്നെ എഴുതിയായിരുന്നോ? ഞാൻ എഴുതിയായിരുന്നു മിസ്സേ. Who wrote the answer? Do you not? ജോസി. Josie. ഞാനൊന്ന് ഓർഡർ ചെയ്ത് തരാം. ഒക്ടോബർ കഴിഞ്ഞ് വരുന്ന മന്ത് നവംബർ ആയതുകൊണ്ട് നവംബറിൽ 30 ഡേയ്സ് ഉണ്ടായിരുന്നു. ആ 30 + 20 ആണ് 50 ഡേയ്സ് ആയത് അല്ലേ? ഈ 1 month 20 ഡേയ്സ് ഈക്വലന്റ് ഡേയ്സ് എന്ന് പറയുന്നത് 50 ഡേയ്സ് അല്ലേ? Till October 31st, he spent 5 days in hospital. അല്ലേ? Okay അല്ലേ? Did you finish writing? No. Okay. Write it fast.
Those who finish writing, read the third question. Those who finish writing, read the third question. Others keep on writing and finish it fast. Sanju joined a new No, you don't need to read it louder. Just read it. Let others write the answer. Josie, don't be so slow. Write it fast. What about Muhammad and okay, Abel? Now I can see you. Muhammad, I can't see you. You have put on weight, I guess. finish. Okay. What about all? Okay, who's gonna read the third question for me? Who's gonna read the third question for me? Adul, are you going to read the third question? Muhammad, you can read. Adul, read the third question for me, Adul. Sanju joined a Mm. new company on 2 Yeah, second April. April Mm. 2003 and Mm. left in Le- it on mm. 24 December 2019. Is it 2019? 2009. Okay, good. For Mm. how long did he work for the company? Very good. Sanju joined a new company on 2nd April 2003 and left it on 24th December 2009. How long did he work for the company?
Muhammad, can you explain the question for me? Explain the third question for me. Just tell me what are the data given in that question. അതിന്റെ അർത്ഥം പറഞ്ഞുതരാനാണ് മിസ് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് നിനക്ക് എന്താ മനസ്സിലായി അത് പറഞ്ഞു. എല്ലാവർക്കും അത് തന്നെയാണോ മനസ്സിലായി? സഞ്ജു ഒരു കമ്പനിയില് സഞ്ജു ഒരു പുതിയ കമ്പനിയില് ജോയിന്റ് ആയി. സഞ്ജു ജോയിന്റ് ആയത് 2003 ഏപ്രിൽ 2-നാണ്. സെക്കൻഡ് ഏപ്രിൽ. സഞ്ജു ലെഫ്റ്റ് ഇതിൽ നിന്ന് പുറത്തു പോയത് 2009 ഡിസംബറിനാണ്. നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ അവർ പറഞ്ഞത് എന്താ? വാട്ട് വി ഹാവ് ടു ഫൈൻഡ്? അത്ര നാളെ അവൻ ആ കമ്പനിയിൽ വർക്ക് ചെയ്തു. Okay, we have to find how long did he work for the company, അല്ലേ? അപ്പോൾ എന്തൊക്കെയാ ഡേറ്റ അവിടെ തന്നിട്ടുള്ളത്? സ്റ്റാർട്ട് ഡേറ്റ് തന്നിട്ടുണ്ട്, എൻഡ് ഡേറ്റ് തന്നിട്ടുണ്ട്. അവൻ കമ്പനിയിൽ ജോയിൻ ചെയ്ത ഡേറ്റ് തന്നിട്ടുണ്ട്, കമ്പനിയിൽ നിന്ന് ലെഫ്റ്റ് ആയ ഡേറ്റ് തന്നിട്ടുണ്ട്, ഇല്ലേ ആദിത്യൻ? യെസ്. അപ്പോ ഇത് രണ്ട് കിട്ടിയാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? ഡ്യൂറേഷൻ, അല്ലേ? ഹൗ ലോങ് ഡിഡ് ഹി വർക്ക് ഫോർ ദ കമ്പനി. അതാണ് നമ്മുടെ എയിം. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? അതാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ഇത് ജോയിൻ ചെയ്തതും ലെഫ്റ്റ് ചെയ്തതും സെയിം ഇയർ അല്ല, അല്ലേ? ഇറ്റ്സ് ഇൻ ഡിഫറെന്റ് ഇയർ. ജോയിൻ ചെയ്തത് 2003-ലാണ്, ലെഫ്റ്റ് ആയത് 2009-ലാണ്. ഇറ്റ് ഈസ് ഇൻ ഡിഫറെന്റ് ഇയേഴ്സ്, റൈറ്റ്? അപ്പൊ നമുക്ക് ഇയേഴ്സ് അടക്കം കണ്ടുപിടിക്കാനുണ്ട് എന്നാണ് അതിനർത്ഥം, അല്ലേ? ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. Leave some space to write the question. നിങ്ങൾ ഇപ്പൊ ക്വസ്റ്റ്യൻ എഴുതണ്ട. ആഫ്റ്റർ ദ ക്ലാസ് യു ഷുഡ് റൈറ്റ് ഇറ്റ് ദെയർ. ഫസ്റ്റ് നിങ്ങൾ എഴുതണ്ട, ഞാൻ എഴുതാൻ പറയുമ്പോൾ എഴുതിയാൽ മതി. ജസ്റ്റ് ഒന്ന് ലിസൺ ചെയ്യാം. ഇല്ല വേണ്ട, നിങ്ങൾ എൻ്റെ കൂടെ എഴുതിക്കോ. ഞാൻ ചോദിക്കുന്ന സമയത്ത് എന്നോട് തന്നെ നോക്കിയിട്ട് അതിന് ആൻസർ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മള് ശരിക്കും ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്ന എന്താണ്? രണ്ട് ഇയർ ആയതുകൊണ്ട് എത്ര ഇയർ അവൻ അവിടെ സ്പെൻഡ് ചെയ്തു എന്ന് കണ്ടുപിടിക്കണം, അല്ലേ? ഇയർ ആയതുകൊണ്ട് പിന്നെന്താ, എത്ര ഇയർ അവിടെ സ്പെൻഡ് ചെയ്യുന്നു കണ്ടുപിടിക്കണം. രണ്ട് മാസം. സോ എത്ര മന്ത് അവിടെ സ്പെൻഡ് ചെയ്തു കണ്ടുപിടിക്കണം. എത്ര ഡേയ്സ് അവിടെ സ്പെൻഡ് ചെയ്തു എന്നും കണ്ടുപിടിക്കണം. ഈ രണ്ട് സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും നമുക്ക് ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ ഏതാ കണ്ടുപിടിക്കണ്ടേ? ഇയർ ആണോ, ഡേറ്റ് ആണോ, ഡേയ്സ് ആണോ? Yeah, first we have to find the number of years he worked for the company, right? So number of years അവൻ എന്നാ ജോയിൻ ചെയ്തത്? 2003. 5 വർഷം മിസ്. Are you sure? Number of years from 2nd April 2000, that is the date on which he joined the company, right? 1st April 2009. So April to April ആണ് നമ്മൾ ഇയർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ. 2009 ഡിസംബർ എന്ന് പറയുന്നത് ഏപ്രിൽ കഴിഞ്ഞ് വരുന്നല്ലേ ഡിസംബർ? ഇവിടെ ജോയിൻ ചെയ്തത് ഏപ്രിൽ ആയതുകൊണ്ട് ലെഫ്റ്റ് ആയ ഇയറിൽ ഏപ്രിൽ വരുന്നുണ്ടെങ്കിൽ അതുവരെയുള്ള ഇയർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഏപ്രിൽ ടു ഏപ്രിൽ 2 ജോയിൻ ചെയ്തു. ഏപ്രിൽ 1 വരെയുള്ള നമ്പർ ഓഫ് ഇയേഴ്സ് വി ആർ കാൽക്കുലേറ്റിംഗ്. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടേ? Just do this operation. ഇല്ലേ? 2009 minus 2003 ചെയ്യുമ്പോൾ എത്ര ഇയേഴ്സ് ഉണ്ട്? How many years? 5 years. 6 years. 6 years he worked in the company, right?
Okay, now let's 6. Now let's find the മിസ്സിന്റെ കൂടെ എഴുതിക്കോ. മനസ്സിലായില്ലേ? 2nd April 2003 തൊട്ട് 1st April 2009 വരെ 2009 മൈനസ് 2003 ഈക്വൽ ടു 6 ഇയേഴ്സ്. 6 ഇയേഴ്സ് അവൻ അവിടെ ഉണ്ടായിരുന്നു. ഇനി നമ്മുടെ ആൻസറിനെ മോർ സ്പെസിഫിക് ആക്കാൻ വേണ്ടിയിട്ട് ഇയേഴ്സ് മാത്രമല്ല നമ്പർ ഓഫ് മന്ത്സും നമ്പർ ഓഫ് ഡേയ്സും കൂടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ് അല്ലേ? You have to read quickly, okay? Sorry, not read. You have to write fast. Okay, listen. Okay, listen. Second, we are going to find the number of months, right? We're going to find the number of months. First, we already find out the number of years, right? Number of months from 2nd April 2009 to 1st December 2009. നോക്ക്, നമ്പർ ഓഫ് ഇയേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്തപ്പോൾ 2nd April 2003 to 1st April 2009 വരെയായിരുന്നു. 2003 ഏപ്രിൽ തൊട്ട് 2009 ഏപ്രിൽ വരെ. അത്രയും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഇയേഴ്സ് മതി. അത്രയും വലിയൊരു കാലയളവിനെ നമ്മൾ ഇയേഴ്സ് വെച്ച് എന്താ പറയാ ഇൻഡിക്കേറ്റ് ചെയ്താൽ മതി. 6 ഇയേഴ്സ് കഴിഞ്ഞു. ഇനി നമ്പർ ഓഫ് മന്ത്സ് നമ്മൾ കഴിയുമ്പോൾ ആ 6 ഇയേഴ്സിന് ശേഷമുള്ള മന്ത്സ് നമ്മൾ കൺസിഡർ ചെയ്താൽ പോരെ. ആ 6 ഇയേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന മന്ത്സ് നമുക്ക് ആവശ്യമില്ല അല്ലേ? ആ മന്ത്സ് എല്ലാം കൂടെ കൂടി നമ്മൾ ഒറ്റയടിക്ക് 6 ഇയേഴ്സ് എന്ന് പറഞ്ഞ് അവിടെ വെച്ചു. ഇനി നമുക്ക് പുറകോട്ട് തിരിഞ്ഞ് നിൽക്കണ്ട. എന്നുവെച്ചാല് 2009 ശേഷമുള്ള മാസമാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. എത്ര? 2009 ഏപ്രിലിന് ശേഷം ഡിസംബർ വരെ എത്ര മാസം ഉണ്ട് എന്നതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് അല്ലേ? മനസ്സിലായോ ആദിത്യൻ? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നമ്പർ ഓഫ് മന്ത്സ് ഫ്രം 2nd April 2009 ടു 1st December 2009. 2009 വരെ നമുക്ക് ഇയേഴ്സിൽ എക്സ്പ്രസ് ചെയ്തു. 2009 ശേഷം വരുന്നത്, ഏപ്രിലിന് ശേഷം വരുന്ന ഇനി കുറച്ച് മാസങ്ങളും ദിവസങ്ങളല്ലേ ഉണ്ടാവുള്ളൂ ഡിസംബർ വരെ. ആ മാസങ്ങളാണ് നമ്മൾ 2009 മാത്രമേ കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളൂ. ആ 2003 തൊട്ടുള്ളത് വേണ്ട. ഓക്കെ, so how many months from 2000 April to December? April to December എത്ര months ഉണ്ട്? 8 months. April to December, how many months? 8. 8 months കിട്ടുന്ന എല്ലാവർക്കും ഡൗട്ട് ഇല്ലല്ലോ? ക്ലിയർ അല്ലേ? 8 months ആഫ്റ്റർ ഏപ്രിൽ മെയ് 2nd ആവുമ്പോൾ ഒരു 1 month ആയി. മെയ് ആവുമ്പോൾ 1 month ആയി. ഏപ്രിൽ മെയ് ആവുമ്പോൾ 1, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഡിസംബർ വരയ്ക്കും how many months? 8 months. 8 months. റൈറ്റ്, അതിൽ ഡൗട്ട് ഇല്ലല്ലോ. അപ്പൊ 6 years 8 months ആയി. ഇനി നമ്പർ ഓഫ് ഡേയ്സ് ആണ് കാണേണ്ടത് അല്ലേ? നമ്പർ